മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, മുഖങ്ങളെ കളത്തിലിറക്കി ഒരു പുതിയ പരീക്ഷണം എന്നത് കോൺഗ്രസിൻ്റെ ഒരു നീക്കമാവാം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു കാര്യം, വളരെ നേരത്തെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുക. കോൺഗ്രസിൽ എപ്പോഴും തർക്കമുണ്ടാവുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ വലിയ വിവാദത്തിലും ആവാറുണ്ട്. പക്ഷേ ഇത്തവണ നേരത്തെ തയ്യാറെടുക്കുന്നു എന്നത് ഒരു പുതിയ കാല സ്ട്രാറ്റജിയാണോ? എന്താണ് കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ? ഇതിനെ ഒരു പുതിയ കാല സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ വാർത്ത നിങ്ങളുടെ ഈ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്ത കേട്ടപ്പോഴ് ഞാൻ അവിടുത്തെ 1970 1967 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും 9 സീറ്റാണ്. അപ്പൊ അന്ന് വലിയൊരു പരാജയം. അന്ന് സപ്തകക്ഷി മുന്നണി EMSന്റെ നേതൃത്വത്തിൽ 117 സീറ്റോളം ജയിച്ചു. അന്ന് 133 സീറ്റാണ് മൊത്തത്തിൽ. അന്ന് കോൺഗ്രസിന് കിട്ടിയത് 9 സീറ്റാണ്. അത് കഴിഞ്ഞ് 70 ആകുമ്പോഴേക്ക് KSU യൂത്ത് കോൺഗ്രസ്, ചെറുപ്പക്കാരുടെ ഒരു ശക്തി കോൺഗ്രസിൽ, അവിടെ ഒരു പുതിയ യൗവനത്തിന്റെ ചെറുപ്പത്തിന്റെ ഒരു ആവേശം അത് കോൺഗ്രസിലേക്ക് സന്നിവേശിപ്പിച്ചു. അവിടെ അത്തവണ ധാരാളം ചെറുപ്പക്കാർക്ക് AK ആന്റണി, ഉമ്മൻചാണ്ടി, ഗോപാലകൃഷ്ണൻ, EC ഷൺമുഖദാസ്, N രാമകൃഷ്ണൻ, അങ്ങനെ കുറേ ചെറുപ്പക്കാരെ അവർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ചു. അതൊരു കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരുന്നു. അത് സാധാരണഗതിയിൽ ഒരു സീറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സീനിയർ ലീഡേഴ്സിനാണ്. ഇത്തവണ അത് മാറിയിട്ട് 70 അത് മാറിയിട്ട് ധാരാളം ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്നു. ചെറുപ്പക്കാർ പ്രചാരണ രംഗത്തും പ്രവർത്തന രംഗത്തും കൂടുതൽ സജീവമാകുന്നു. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ് സാധിച്ചു. അങ്ങനെ യൂത്ത് കോൺഗ്രസും KSUമാണ് അന്ന് എന്താ പറയാ ക്ഷീണിച്ചു നിന്നിരുന്ന കോൺഗ്രസിനെ ഒരു തിരിച്ചുവരവിലേക്ക് നയിച്ചത്. സ്വാഭാവികമായിട്ടും കരുണാകരന്റെ നേതൃത്വം ഉണ്ടായിരുന്നു, അത് ഞാൻ മറക്കുന്നില്ല. അപ്പൊ ഇത് ഇത്തവണയും അതുപോലെ തന്നെയാണ്. നമ്മുടെ 21 സീറ്റ് എന്നൊന്നും പറയുന്നതൊക്കെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ മോശപ്പെട്ട ഒരു സംഖ്യയാണല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും കൂടുതൽ സീറ്റുകൾ നേടാനും അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പറ്റണമെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരുടെ ശേഷി, അവരുടെ ശക്തി, അവരുടെ ഊർജം അതൊക്കെ ഉപയോഗിക്കുക തന്നെ വേണം. ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ഇടക്കാലത്തേതുപോലല്ല, കുറച്ചുകൂടെ സജീവമായിട്ടുണ്ട്. അവര് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അവരുടെ പ്രവർത്തന മികവ് പ്രകടിപ്പിച്ചതാണ്. കൊള്ളാവുന്ന ധാരാളം നേതാക്കളുണ്ട്, അവർ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നത് ഒരു നല്ല ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ ഫലം ഇപ്പൊ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന, അല്ലെ UDF ജയിച്ചുകൊണ്ടിരുന്ന, പിന്നീട് കൈവിട്ടു പോയ, ഇനിയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാല് ജയിക്കാൻ പറ്റുന്ന, അതിനെ നമ്മൾ C ക്ലാസ് എന്നും B ക്ലാസ് എന്നും പറയണ്ട. അത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ KPCC പറഞ്ഞത് ഒരു C ക്ലാസ് സീറ്റാണിത്, നിങ്ങൾ 2ാം സ്ഥാനത്ത് വന്നാൽ നിങ്ങൾ ജയിച്ചതായിട്ട് കരുതിക്കൊള്ളാം, അവിടെയാണ് ജയിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച്, അപ്പൊ ഈ വെറുതെ ഓരോ സീറ്റ് ഓരോരുത്തരെ ഏൽപ്പിച്ച് നിങ്ങളോട് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ പോരാ. അവര് കൃത്യമായിട്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വേണം. അതിനൊരു മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം KPCCയിൽ ഉണ്ടാകുകയും വേണം. അതിപ്പോ ഈ 8ഓ 10ഓ സീറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, കുറെ കൂടെ മണ്ഡലങ്ങളില് നേതാക്കളെ, സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവർക്ക് സൗജന്യ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഒരു മോണിറ്ററിംഗ് നടക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ ഒരാളെ ഏൽപ്പിച്ചു വിട്ടിട്ടൊന്നും, ഇത് കോൺഗ്രസ്സാണ്, കോൺഗ്രസിന് ഇനിയും 8-10 മാസമുണ്ട്, അപ്പോഴത്തേക്ക് ഈ ആവേശമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. തുടക്കത്തിലെ ആവേശം വേണമെന്നില്ല, പക്ഷേ കൃത്യമായ ഒരു മോണിറ്ററിംഗ് വേണം. അതിനുള്ള ഒരു സംവിധാനം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിന്റെ നേട്ടം കൊയ്യാൻ സാധിക്കും. ഓക്കെ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, പക്ഷേ ഒരു സംശയം, കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ജനപ്രതിനിധികളായിരിക്കുന്നവരിലപ്പുറം മുതിർന്ന മുഖങ്ങൾ, അവസരം കിട്ടാത്ത അല്ലെങ്കിൽ മുമ്പ് MLA-മാരായിരുന്ന ഒരു മുഖമുണ്ട്. അവർക്ക് വീണ്ടും ആഗ്രഹങ്ങളുണ്ടാവാം. അത്തരം ആൾക്കാരുടെ ഒരു ക്ലെയിം ഇതിനെതിരെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അതല്ല ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ശബ്ദങ്ങൾ കോൺഗ്രസിൽ അത്ര ദുർബലമായിരിക്കുമോ? അല്ല, അത്തരം ആഗ്രഹങ്ങൾക്കൊന്നും ഇതില്ലല്ലോ, ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ലല്ലോ. ആർക്കും ആഗ്രഹിക്കാം. പക്ഷെ നമുക്ക് കോൺഗ്രസ് ഇവിടെ ആലോചിക്കേണ്ടത് വിന്നബിലിറ്റി മാത്രമായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും മതസ്വാധീനങ്ങള്, ജാതിയുടെ സ്വാധീനം, അല്ലെങ്കിൽ സഭകളുടെ സ്വാധീനം, സാമുദായിക സംഘടന സ്വാധീനം ഒന്നും ആവരുത്. വിന്നബിലിറ്റി എന്നുള്ള ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തണം. അതിനകത്ത് ചിലപ്പം കഴിഞ്ഞ തവണ ഒരു തവണ ആയിട്ട് ആകാൻ പറ്റാത്ത പോയവർ ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടേക്കാം. ചിലപ്പോൾ അല്പം സീനിയർ ആയിട്ടുള്ള ആളുകൾ പരിഗണിക്കപ്പെട്ടേക്കാം. ചില മണ്ഡലങ്ങളിൽ അങ്ങനെ ഉണ്ട്, വലിയ സ്വാധീനമുള്ള വ്യക്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞത് ഈ മുഴുവൻ ചെറുപ്പക്കാരെയും ഈ മുഴുവൻ സീറ്റിൽ മത്സരിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. അപ്പം
പക്ഷെ വിന്നബിലിറ്റി നോക്കിക്കൊണ്ട് ആളുകളെ തീരുമാനിക്കുക. അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അല്ലെങ്കിൽ അങ്ങോട്ട് അടുത്തെത്തിയതിനു ശേഷം ഇതുപോലെ നമ്മുടെ ഒരു പരീക്ഷണത്തിന് മുതിർന്നാൽ ഈ നിരാശരായ ആളുകൾ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ആഗ്രഹക്കാര് അവരുടെയൊക്കെ ഈ പ്രശ്നങ്ങൾ അത് കൂടും. പക്ഷേ നമ്മളിപ്പോ ഇപ്പോഴേ തീരുമാനിച്ച് പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ കോൺഗ്രസിന് കുറച്ചൊക്കെ ഒന്ന് പരിഹരിക്കാനും പിന്നീട് പെട്ടെന്ന് ട്രാക്കിലാവാനും പറ്റും. അതുകൊണ്ട് ഈ നേരത്തെ തീരുമാനിച്ച് ആളുകളെ തീരുമാനിച്ച് പ്രവർത്തനത്തിലേക്ക് പോകുന്നത് എന്തായാലും ഗുണകരമായിരിക്കും. എന്തായാലും ദോഷങ്ങളൊക്കെ ഉണ്ടാവും. പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ആളുകളൊക്കെ കിട്ടാതെ വരുമ്പോൾ ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനെയൊക്കെ നേരിടാൻ സാധിക്കണം പാർട്ടിക്ക്. അതാണ് ചെയ്യേണ്ടത്. വളരെ നന്ദി സണ്ണിക്കുട്ടി അബ്രഹാം പ്രതികരിച്ചതിന്.